ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ സ്ഥലങ്ങൾക്കും കാലങ്ങൾ മാറുന്നതനുസരിച്ച് വ്യത്യസ്ത ഭംഗിയായിരിക്കും. നമ്മൾ മുമ്പ് സന്ദർശിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോലും കൃത്യമായ സീസണിൽ വീണ്ടും വന്നാൽ മറ്റൊരു അനുഭവമായിരിക്കും. തുമ്പൂർ മൊഴിയുടെ മഴക്കാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഭാവവ്യത്യാസമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിരപ്പള്ളി മൺസൂർ ടൂറിസത്തിനു പ്രശസ്തമാണെങ്കിലും അതിന് സമീപം കിടക്കുന്ന തുമ്പൂർ മൊഴിയെ അവഗണിക്കാറാണ് പതിവ്. ഏഴാറ്റുമുഖം എന്നും കൂടി പേരുള്ള ഇവിടേക്ക് ചാലക്കുടിയിൽ നിന്നും 17 കിലോമീറ്ററാണുള്ളത്. ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറിയൊരു തടയണയും ഇരു കരകളിലായി അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കനാലുകളും പുഴയ്ക്ക് കുറുകെയുള്ള തൂക്കുപാലവും ഇരു കരകളിലുമുള്ള പാർക്കുകളുമാണ് ഇവിടുത്തെ സവിശേഷത. വേനൽക്കാലത്ത് ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആ ആട്ടുപാലത്തിലൂടെ നടക്കാം. പാലത്തിൻ്റെ കുലുക്കവും ചെറിയൊരു പേടിയുണ്ടാകും. മഴക്കാലത്താണ് നിങ്ങളുടെ ടൂറെങ്കിൽ അത് ഒന്നൊന്നര അനുഭവമായിരിക്കും. പാലത്തിന് മുകളിൽ നിന്നുകൊണ്ടുള്ള ആ കാഴ്ച, ആഹാ അന്തസ്സ്! ചെക്ക് ഡാമും കനാലുകളും നിറഞ്ഞൊഴുകിയ വീതിയേറിയ ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതി നൽകിക്കൊണ്ട് ഉയരത്തിൽ നിന്നും കാണുമ്പോൾ നമ്മൾ വേനലിൽ വന്നത് ഇവിടെ തന്നെയായിരുന്നുവെന്ന് തോന്നിപ്പോകും. പാലത്തിൽ നിൽക്കുമ്പോഴുള്ള തണുത്ത കാറ്റും താഴെ കൂടെ കുതിച്ചൊഴുകുന്ന പുഴയും ഒരിക്കലും മറക്കാനാകാത്ത കാഴ്ചയായിരിക്കും. തുമ്പൂർ മൊഴി ഭാഗം തൃശ്ശൂർ ജില്ലയും മറുകര ഏഴാറ്റുമുഖം എറണാകുളവുമാണ്. രണ്ടു കരകളിലും പാർക്കുകളുമുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നും ടിക്കറ്റ് എടുത്ത് തൂക്കുപാലത്തിൽ കയറി അപ്പുറത്തേക്ക് പോകാം. പക്ഷേ എറണാകുളം ജില്ലയിൽ പ്രവേശിക്കുവാൻ വേറെ പാസ് വേണം. തിരിച്ചും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ തുമ്പൂർ മൊഴി പാർക്കിൽ മാത്രം പോയുള്ളൂ. ഇവിടെ മനോഹരമായൊരു ശലഭോദ്യാനമുണ്ട്. ഒപ്പം കുട്ടികൾക്ക് കളിക്കാനായി വ്യത്യസ്ത നിർമ്മിതമുള്ള പാർക്കും പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനായി ഒരു വാച്ച് ടവറും ഒരുക്കിയിട്ടുണ്ട്. കാഴ്ചകൾ കണ്ട് ക്ഷീണിക്കുമ്പോൾ ജോസേട്ടൻ്റെ കടയിൽ കയറി നല്ലൊരു ചായ കുടിക്കാം, ഐസ്ക്രീമും കഴിക്കാം, കുട്ടികൾക്ക് ഗിഫ്റ്റും വാങ്ങാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു: ഓറഞ്ച് റെഡ് അലേർട്ടുള്ള ദിവസങ്ങളിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ സുരക്ഷയെ മുൻനിർത്തി ഒഴിവാക്കേണ്ടതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. നന്ദി.